ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ കുഞ്ഞു സ്വർഗമായ നമ്മുടെ ഫാമിലേക്ക് നമ്മൾ രാവിലെ വന്നു. നമ്മളിട്ടിരിക്കുന്നത് സലാഡ് കുക്കുംബർ എന്ന് പറയുന്നത് സ്നോ വൈറ്റ് എന്ന ഇനമാണ്. അപ്പം നമ്മൾ രാവിലെ തന്നെ വന്ന് അതെല്ലാം ഡെയിലി കാണും നമുക്ക് പറിക്കാൻ. അപ്പോൾ അതെല്ലാം പറിച്ചെടുത്തു. നമ്മൾ അടുത്തുള്ള എൻ്റെ മണ്ണെന്ന് പറഞ്ഞ എക്കോ ഷോപ്പുണ്ട് നമുക്ക് വീടിനടുത്ത് തന്നെയുള്ള. അപ്പോൾ അവിടെയാണ് കൊണ്ടുവന്ന് ഇതൊക്കെ കൊടുക്കുന്നത്, എക്കോ ഷോപ്പ്. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള ആൾക്കാരൊക്കെ വന്ന് വാങ്ങും. അപ്പം നമ്മൾ സ്നോ വൈറ്റ് പറിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറേ പയർ ഡെയിലി കിട്ടും. അപ്പോൾ ആ പയർ പറിക്കുകയാണ് ഞാൻ. ആ പയർ പറിക്കുകയും മനോണം വീഡിയോ എടുക്കുകയും ചെയ്യുകയാണ്. നമുക്ക് കുറേയേറെ പയറുണ്ടായിരുന്നു. അന്നേരം 2 കിലോ പയറിനടുത്ത് വീതം ഡെയിലി കിട്ടും. ചില ദിവസങ്ങളിൽ 3 കിലോ പയറിന് മേലെ കിട്ടും. അപ്പോൾ നമ്മളതെല്ലാം പറിച്ച് എക്കോ ഷോപ്പിൽ കൊണ്ടുവന്ന് കൊടുത്തതിന് ശേഷം അതിനിടയ്ക്ക് നമുക്ക് പടവലം ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് പടവലവും പാവലും ഉണ്ടായിരുന്നു. നമ്മളതും പറിച്ച് നമ്മളിന്ന് എക്കോ ഷോപ്പിൽ കൊണ്ടുവന്നതെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ തിരികെ വീട്ടിൽ പോയപ്പോഴത്തേക്കാണ് നമ്മുടെ കൃഷി ഓഫീസറായ ശരത് സാറ്, നിഷ മാഡം, രണ്ടുപേരും നമ്മുടെ കൃഷി ഓഫീസേഴ്സാണ്, കാർത്തിക് പിള്ളെ. അവർ രണ്ടുപേരും ഫീൽഡ് സന്ദർശിക്കാൻ വന്ന് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അവർ വന്ന് കുറച്ച് പാവയ്ക്കയും കുറച്ച് സാധനങ്ങളൊക്കെ അവർ വിളവെടുത്തു. കാരണം അവർ വന്ന് അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മളോട് പറഞ്ഞു തന്നിട്ട് കൃഷിക്ക് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാന്നുള്ള രീതി സംസാരിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഫീൽഡ് സന്ദർശിക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾ ഈ കാണുന്ന എൻ്റെ നിത്യവഴുതനയാണ് കേട്ടോ. അതിൽ കുറച്ചൊക്കെ കായ പിടിക്കാൻ തുടങ്ങി ചെറുതായിട്ട്. ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ നന്നായിട്ട് കായ ഉണ്ടാവും ഇതിൽ. ഇതിന് ശേഷം കാണുന്നത് നമ്മുടെ കോവലാണ് കേട്ടോ. ഈ കോവലിൻ്റെ പിന്നിലൊരു വലിയ കഥയുണ്ട്. അത് ഞാൻ പിന്നീട് ഒരു ദിവസം പറയാം നിങ്ങളോട്. ഇത് എൻ്റെ വഴുതന തൈകളാണ്, വഴുതനയാണ്. അപ്പോൾ അതിൽ നിറച്ചും കായ പിടിക്കാൻ തുടങ്ങി. നീളം വഴുതനയാണ്, പച്ച കളറ്, ഒരുപാട് കായ പിടിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ചെയ്തപ്പോൾ തന്നെ നല്ലോണം കായ പിടുത്തം തുടങ്ങി. അപ്പോൾ നമ്മുടെ അടുത്തൊരു ചേച്ചിക്ക് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറിക്കുന്നത്. അതിന് വഴുതന നമ്മൾ പിച്ചി അത് കട്ട് ചെയ്തവർക്ക് തൂക്കി നമ്മൾ അവരുടെ വീട്ടിൽ കൊടുക്കും. അങ്ങനെ ചെയ്യുന്നത്. അന്നത്തെ ദിവസം രാവിലെ പയർ പറിച്ചിട്ട് എൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മളെ മനോണ ഹെൽപ്പ് ചെയ്തു. ബാക്കി പയറെല്ലാം പറിച്ച് തന്നു. അതിന് പയർ പറിച്ച് നമ്മൾ പയറും ഈ വഴുതനയും പാവലും എല്ലാമായിട്ട് വീട്ടിൽ കൊണ്ടുപോകായിരുന്നു ചെയ്തത്. ഓരോരുത്തർക്ക്